ഇംഗ്ലീഷ് പഠിക്കാം. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഈ സെക്കൻഡ് ടേമിലെ പോർഷൻസ് ഒക്കെ തീർന്നു. ഇനി കുറച്ച് റിവിഷൻ വർക്കും അല്ലാതെയുള്ള കുറച്ച് എന്താണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്ത ടീച്ചർ കുറച്ച് പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മൾ പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഓരോ ടെസ്റ്റ് പേപ്പറായിട്ട് നമുക്കിനി പഠിച്ചു തുടങ്ങാം. നമ്മൾ സെക്കൻഡ് ടേമിൽ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഓപ്പോസിറ്റ്സ് ആണ് പഠിച്ചല്ലേ. അതിൽ 4 ഓപ്പോസിറ്റ്സ് നമ്മൾ 5 ടൈംസ് ഒക്കെ എഴുതി. അതൊന്നും ഡിക്റ്റേഷൻ ഒന്നും ടെസ്റ്റ് പേപ്പറായിട്ടൊന്നും എഴുതിയില്ല. ടീച്ചർ ഇത് 4 വേർഡ്സിൻ്റെ ഓപ്പോസിറ്റ്സ് എഴുതിയിട്ട് അത് 2 ടൈംസ് എല്ലാവരും എഴുതി കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ഇത് എഴുതിപ്പിക്കും. റൈറ്റ് ദി ഓപ്പോസിറ്റ്സ് ഓഫ് ദി ഗിവൺ വേർഡ്സ് എന്ന് പറഞ്ഞ ടീച്ചറിന് തരുമ്പോഴത്തേക്കും ചിലപ്പോൾ സാഡ് ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ ഇവിടെ ഫുൾ. അപ്പൊ രണ്ടിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് സാഡ്, ഫുള്ളിന്റെ ഓപ്പോസിറ്റ് എംപ്റ്റി, ബിഗിന്റെ ഓപ്പോസിറ്റ് സ്മോൾ, ക്ലീനിന്റെ ഓപ്പോസിറ്റ് ഡേർട്ടി. ഇത് എല്ലാ വേർഡും കറക്റ്റ് ആയിട്ട് പഠിക്കുക. സ്പെല്ലിംഗ് ടീച്ചറോട് പറഞ്ഞുതരാം. ഹാപ്പി ഓപ്പോസിറ്റ് സാഡ്, ഫുൾ ഓപ്പോസിറ്റ് എംപ്റ്റി, ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ, ക്ലീൻ ഓപ്പോസിറ്റ് ഡേർട്ടി. ഇതെല്ലാം 2 ടൈംസ് എല്ലാ വേർഡ്സും ടീച്ചർ എഴുതി തരുന്ന പോലെ എല്ലാം എഴുതുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ഇത് ടെസ്റ്റ് പേപ്പർ ഇടും. ഈ 4 വേർഡ്സ് തന്നിട്ട് എല്ലാവരും സ്പെല്ലിംഗ് പഠിക്കുക. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ ഹാപ്പി ഓപ്പോസിറ്റ് സാഡ്, ഫുൾ ഓപ്പോസിറ്റ് എംപ്റ്റി, ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ, ക്ലീൻ ഓപ്പോസിറ്റ് ഡേർട്ടി. അപ്പോൾ നമുക്കൊന്ന് നോട്ട്സിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് പേജ് നമ്പർ 18 നമ്മൾ പഠിച്ചാണല്ലേ. ആ ഫസ്റ്റ് ടൈമിൽ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും ഓപ്പോസിറ്റ്സ് പഠിച്ചതാണ്. നോക്കൂ, ഹാപ്പിയുടെ ഓപ്പോസിറ്റ് സാഡ്. ഒന്നുകൂടെ വായിക്കാൻ വേണ്ടിയിട്ടാണ്, പിക്ചർ കണ്ട് വായിക്കുക. ഉണ്ടോ? ഹാപ്പി, സാഡ്, ഫുൾ, എംപ്റ്റി. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം, സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം, ഫുൾ, എംപ്റ്റി. അടുത്തത് ബിഗ്, സ്മോൾ, ക്ലീൻ, ഡേർട്ടി. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, ക്ലീൻ എന്ന് പറഞ്ഞാൽ നീറ്റായിട്ടുള്ളത്, ഡേർട്ടി എന്ന് വെച്ചാൽ വൃത്തികേടായിട്ടുള്ളത്, അഴുക്ക് പറ്റിയുണ്ട്, ചെളിയൊക്കെ പറ്റിയതല്ല. പിക്ചർ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കുക. അടുത്ത നമ്മൾ നോക്കൂ, അതിൽ കുറച്ച് നമ്മൾ ആക്ടിവിറ്റി ചെയ്താണ്. ഇതിൻ്റെ 2 ഡോഗ്സ് ഉണ്ട്. അതിൽ എന്താണ് ചെയ്യാൻ പറഞ്ഞാൽ ക്ലീൻ ഡോഗിനെ ടിക്ക് ചെയ്യാൻ പറഞ്ഞത് കണ്ടോ. ഇതിൻ്റെയൊക്കെ പുറത്ത് ചെളിയൊക്കെ ഇരിക്കുന്നുണ്ടോ. അതുപോലെ ടിക്ക് ദി ബിഗ് അനിമൽ. ഇത് നമ്മൾ ആക്ടിവിറ്റിയൊക്കെ ചെയ്താണ്. ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഒന്ന് റിവൈസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ ബിഗ് അനിമൽ ടിക്ക് ചെയ്യാൻ. ഒരു ജിറാഫ് ബേർഡ് ഉണ്ട്, അതിൽ ബിഗ് ജിറാഫാണ്. അടുത്ത് നോക്കൂ, ടിക്ക് ദി ഹാപ്പി ചിൽഡ്രൻ. 2 ചിൽഡ്രൻ ആർ ഹിയർ. 2 കുട്ടികളിൽ അതിൽ ആരാണ് ഹാപ്പി എന്നുള്ളത് കാണുമ്പോൾ അറിയാമല്ലേ, അത് ടിക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അടുത്തത് എംപ്റ്റി പ്ലേറ്റ്. ടിക്ക് ദി എംപ്റ്റി പ്ലേറ്റ്. ഒഴിഞ്ഞ പ്ലേറ്റ് ടിക്ക് ചെയ്യാൻ പറഞ്ഞു. ഫുൾ ആൻഡ് എംപ്റ്റി. ഇത് ഇത്രയും നമ്മൾ പഠിച്ചാണ്. ഇത് ടീച്ചർ TP ഇടുന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നുകൂടെ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കും. അടുത്ത് നമ്മൾ നോട്ടും കൂടെ ഒന്ന് നോക്കാം. ഞങ്ങൾ ടേക്ക് ഇംഗ്ലീഷ് നോട്ട് എടുത്തിട്ട് ഡേറ്റ് ആൻഡ് ഡേ എഴുതുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാർജിനകത്ത് നമ്മൾ പഠിച്ചാണല്ലേ. ഇതാണ് ടീച്ചർ മൺഡേ TP ഇടുന്നത്. ആദ്യം ഈ 4 വേർഡ്സിൻ്റെ ഓപ്പോസിറ്റ് 2 ടൈംസ് എഴുതുക. ഹാപ്പി ഓപ്പോസിറ്റ് സാഡ്, ഫുൾ ഓപ്പോസിറ്റ് എംപ്റ്റി, ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ, ക്ലീൻ ഓപ്പോസിറ്റ് ഡേർട്ടി. വായിക്കാൻ പഠിക്കുക. ഹാപ്പി, സാഡ്, ഫുൾ, എംപ്റ്റി, ബിഗ്, സ്മോൾ, ക്ലീൻ, ഡേർട്ടി. ചിലപ്പോൾ എക്സാമിന് പിക്ചറായിരിക്കും തരുന്നത്. അതുപോലെ ടിക്ക് ദി ബിഗ് ആനിമൽ. 2 ആനിമൽസ് വന്നിട്ട് ബിഗിനെ ടിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഫുള്ളും എംപ്റ്റി ഒരു പ്ലേറ്റിൽ ഫുള്ളായിട്ട് എന്തെങ്കിലുമുള്ള അങ്ങനെ പിക്ചർ കണ്ടിട്ട് ടിക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അത് മീനിങ് പഠിച്ചാൽ എളുപ്പമായിരിക്കും അല്ലേ. ഓപ്പോസിറ്റ്സ് നോക്കിയാൽ മതി. ഹാപ്പി, സാഡ്, ഫുൾ, എംപ്റ്റി, ബിഗ്, സ്മോൾ, ക്ലീൻ, ഡേർട്ടി. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലെ ടീച്ചർ അത് TP ഇടും. എല്ലാവരും പഠിച്ച് 2 ടൈംസ് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പഠിക്കുക. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. ടുഡേ വി ക്യാൻ ലേൺ ഹിന്ദി. നമ്മളിന്ന് ഹിന്ദിയാണ് പഠിക്കുന്നത്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു ഇന്ന് ടീച്ചർ TP ഇടുന്നു അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നമ്മൾ പഠിച്ചാൽ മാത്രം മതി പോരല്ലോ, നമ്മൾ എഴുതിയോട് നോക്കണേ. നമുക്ക് എല്ലാ അക്ഷരങ്ങളും നമ്മൾ നന്നായിട്ട് പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് ടീച്ചറിനോട് മനസ്സിലാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ TP ഇടുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? നോട്ട്സ് ഒക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ, വെരി ഗുഡ്. എന്നാൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ട ഠ ഡ ഠ ന. വേഗം എഴുതണം കേട്ടോ. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ. അപ്പൊ
അപ്പൊ അതവിടെ നിൽക്കട്ടെ. എല്ലാവരും എഴുതി കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ് എന്താണ്? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഏത് അക്ഷരമാണ് നമ്മൾ തുടങ്ങി വെച്ചത്? ത അല്ലേ? എല്ലാവർക്കും അറിയാം, എല്ലാവരും എഴുതിയിട്ടുണ്ട്. ത. ഇത് സിമ്പിൾ ആണ്. ഇനി അടുത്ത അക്ഷരം എന്താണ്? ഥ. ഈ ഥ അല്ല, ഥ. അതെന്താണോ ഇങ്ങനെ എഴുതുക. പാടാണെന്ന് തോന്നും, പാടൊന്നുമല്ല, സിമ്പിൾ തന്നെയാണ്. ടീച്ചർ എപ്പോഴും പറയും സിമ്പിൾ ആണെന്ന്. അതുപോലെ തന്നെയാണ്, സിമ്പിൾ ആണ് കേട്ടോ. എന്താണിത്? ഥ. ത, ഥ. എല്ലാവരും ഉറക്കെ പറയണം. ത, ഥ. ത, ഈ ഥ അല്ല, ത, ഥ. ഓക്കെ. അപ്പൊ നമ്മളത് വായിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ വായിക്കുക. ടീച്ചർ പറയുന്ന പോലെ വായിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ എന്താണ്? ഏതാണ് ഇന്ന് പഠിച്ച ലെറ്റർ? ഥ. ഏതാണ്? ഥ. ഓക്കെ, ഥ അല്ല, ഥ. ത, ഥ. ഥ സെ थर्मस, थ से थर्मामीटर, थ से थन, थ से थर्मस, थ से थर्मामीटर, थ से थन. थर्मस എന്ന് വെച്ചാൽ ഫ്ലാസ്ക്. ഇത് തെർമോമീറ്റർ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വയ്ക്കുന്നില്ലേ, അതാ പനിയൊക്കെ നോക്കുന്നത്. ഓക്കെ, ഇത് ഏത് ലെറ്ററാണ്? ഥ. അപ്പോൾ എപ്പോഴും ചെയ്യും പോലെ ഈ ഡോട്ടിൽ കൂടി എല്ലാവരും എഴുതുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ലെറ്റർ ഏതാണിത്? ഇത് ഏത് ലെറ്ററാണ്? ത അല്ലേ? ത. ത സേ തർബൂജ്, ത സേ തന, ത സേ തക്കിയ, ത സേ തരാജു. സെക്കൻഡ് ലെറ്റർ ഥ. ഥ സേ थर्मस, थ से थर्मामीटर, थ से थन. എല്ലാവരും വർക്ക് ബുക്ക് എടുത്തോ? അപ്പോൾ വർക്ക് ബുക്കിൽ ഈ വർക്ക് എല്ലാവരും ചെയ്യുക. കണ്ടോ, ആദ്യം ഈ മെത്തേഡ് നോക്കി എഴുതുക, അതിനുശേഷം ബാക്കി എഴുതുക. ഈ ലൈൻസ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും എഴുതണം കേട്ടോ. ചിലരുടെ വർക്ക് ബുക്ക് ടീച്ചർ കാണുന്നില്ല, ടീച്ചർ എപ്പോഴും പറയുന്നതാണ്, പക്ഷെ ചില കുഞ്ഞുങ്ങൾ എഴുതിയിടുന്നില്ല. ഓക്കെ, എല്ലാവരും എഴുതണം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് ഹിന്ദി നോട്ട്. ഹിന്ദി നോട്ട് എടുക്കുക. എല്ലാവരും ഡേയും ഡേറ്റും എഴുതുക. പിന്നെ കണ്ടല്ലോ ടീച്ചർ ധാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നോക്കി 5 ടൈംസ് എഴുതുക. എത്ര ടൈംസ് ആണ്? 5 ടൈംസ് അല്ലേ? എല്ലാവരും നല്ല നീറ്റായിട്ട് എഴുതി ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ ഓക്കെ, ബൈ. നമുക്കിന്ന് മാത്സ് പഠിക്കാം. മാത്സിൽ നമ്മൾ പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് അറിയാമോ? അഡീഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക. അപ്പോൾ ടീച്ചർ ആദ്യം കയ്യിലൊരു കുറച്ച് പെൻ വെച്ചിട്ട് ടീച്ചർ അത് പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ നമ്പേഴ്സിൽ പോകും. നമുക്ക് ആദ്യം എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഇപ്പം നോക്കൂ ടീച്ചറിന്റെ ഐ ഹാവ് 1 പെൻ ഇൻ മൈ റൈറ്റ് ഹാൻഡ് ആൻഡ് 1 പെൻ ഇൻ മൈ ലെഫ്റ്റ് ഹാൻഡ്. ഈ 2 കയ്യിലും ഓരോ പെൻ ഇല്ലേ? 1 1. ഈ രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് എത്രയായി? 1 2 ഇല്ലേ? ഇതൊരു പെൻ, ഇതൊരു പെൻ. അത് രണ്ടും കൂടെ ചെയ്ത് 2 കയ്യിലും കൂടെ എത്ര പേനയുണ്ട്? ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും 2. അതെങ്ങനെയാണ്? ഈ 1ന്റെ കൂടെ നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്യണം, അത് കൂട്ടുകയാണ്. അപ്പൊ 2 പെൻ ഇല്ലേ? ഇനി അടുത്ത നോക്കൂ, ടീച്ചറിന്റെ റൈറ്റ് ഹാൻഡില് 2 പെൻസ് ഇല്ലേ? 2 പെൻസ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡിലുണ്ട്. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് എത്രയാണ് നോക്കൂ. അത് നമ്മൾ എങ്ങനെയാ പറയണം? 1 2 3. ടീച്ചറിന്റെ റൈറ്റ് ഹാൻഡിൽ 2 പെൻസ് ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ഹാൻഡിലും ഉണ്ട്. അതുകൂടെ എല്ലാം കൂടെ ചേർന്നിട്ട് എത്ര പെന്നുണ്ടെന്ന് നോക്കൂ. അത് നമ്മൾ എങ്ങനെ ചെയ്യും? 1 2 3. ഇപ്പോൾ ടീച്ചറിന്റെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൽ ടോട്ടൽ എത്ര പെൻസ് ഉണ്ട്? 3 അല്ലേ? 1 2 3. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് പിക്ചറോ എന്തെങ്കിലും തിങ്സോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കൗണ്ട് ചെയ്ത് പറയാം. ഇപ്പൊ ടീച്ചറിന്റെ കയ്യിൽ ഈ കയ്യിൽ 2, ഇത് ഈ കയ്യിൽ 1 ആണെങ്കിൽ ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്യും അല്ലേ? 1 2 3. ഇപ്പൊ ടീച്ചറിന്റെ കയ്യിൽ ടോട്ടൽ 3 പെൻസ് ഉണ്ട്. ഇനി നമ്മൾ അത് എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്പേഴ്സിൽ അത് എങ്ങനെ പഠിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ടീച്ചർ പിക്ചർ വെച്ചിട്ടാണ് അഡീഷൻ ടീച്ചർ കാണിച്ചത്. നോക്കൂ, ഇവിടെ 1 സ്റ്റാർ അല്ലേ? പ്ലസ്
1 സ്റ്റാർ. ഇവിടെ നമുക്ക് അഡീഷന്റെ സിമ്പിൾ ഇതാണ്. ഈ ഒരു സിമ്പിളിനെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുക എന്നുള്ള സിമ്പിളാണ്. ഇപ്പൊ നോക്കൂ, ഒരു സ്റ്റാറിന്റെ കൂടെ വേറൊരു സ്റ്റാർ വന്നപ്പോഴത്തേക്കും എത്ര സ്റ്റാർ ആയി? 1 2 അത് നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാം അല്ലേ? ഇവിടെ 1 ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യും 1 2 സ്റ്റാർസ്. അതുപോലെ ലീവ്സ് നോക്കൂ, ഇവിടെ 2 ലീവ്സ് പ്ലസ് 1 ലീഫ് അല്ലേ? ഈ 2 ലീവ്സിന്റെ കൂടെ 1 ലീഫ് കൂടെ ചേരുമ്പോൾ നോക്കൂ 1 2 3. ഇത് നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം. പിക്ചർ തരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 1 2 3. അപ്പോ 3 ലീവ്സ്. അതുപോലെ 1 സ്റ്റാറിന്റെ കൂടെ 1 സ്റ്റാർ കൂടെ ചേർന്നപ്പോൾ 2 സ്റ്റാർസ് അല്ലേ? ഇതുപോലെ പിക്ചർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്പറിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ടീച്ചറിനെ കാണിച്ചു തരാം. ടീച്ചറുടെ ബോർഡിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നോക്കൂ, ഇവിടെ 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ 2 എന്നുള്ള നമ്പർ മുകളിലുള്ള നമ്പർ നമ്മുടെ മൈൻഡിൽ വെക്കുക. എന്നിട്ട് താഴത്തെ നമ്പർ നമ്മുടെ ഫിംഗറിൽ എടുക്കുക. ഇവിടെ 2 + 1 ആണ്. അപ്പൊ ടേക്ക് 1 ഫിംഗർ. 1 ഫിംഗർ എടുത്തിട്ട് 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ പറയാം. 2 കഴിഞ്ഞിട്ട് 3. അപ്പൊ ഇവിടുത്തെ ആൻസർ ഈസ് 3. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? 2 in your mind and take 1 finger. ഇവിടെ ഒരു ഫിംഗർ ഒന്നാണ്. 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 എന്ന് മനസ്സിലാക്കുക. ടേക്ക് 1 ഫിംഗർ. ഇങ്ങനെ 1 ഫിംഗർ എടുക്കുക. 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ പറയുക. ആൻസർ ഈസ് 3. അടുത്ത നോക്കൂ, 2 + 2. 2ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 in your mind. ആ 2 എന്നുള്ള നമ്പർ മൈൻഡിൽ വെച്ചിട്ട് ടേക്ക് 2 ഫിംഗേഴ്സ്. കണ്ടോ? 2 ഫിംഗേഴ്സ് എടുത്തിട്ട് 2 കഴിഞ്ഞിട്ടുള്ള അടുത്തത് നെക്സ്റ്റ് നമ്പർ ഏതാണ്? 3 4. ആൻസർ ഈസ് 4. മനസ്സിലായി എങ്ങനെയാണെന്ന്? ഈ മുകളിൽ എഴുതിയിട്ടുള്ള നമ്മൾ ആ നമ്പർ മനസ്സിൽ വെച്ചിട്ട് താഴെ എത്രയാണോ നമ്പർ ആ ഫിംഗേഴ്സ് കയ്യിലെടുക്കുക. 2 കഴിഞ്ഞിട്ട് 2 ഫിംഗേഴ്സ് എടുത്തിട്ട് 3 4. ആൻസർ ഈസ് 4. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കൂ, 3യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 3 in your mind. 3 എന്നുള്ള നമ്പർ നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് താഴെ 1 എഴുതും. അപ്പോൾ എത്ര ഫിംഗർ എടുക്കും? ടേക്ക് 1 ഫിംഗർ. 3 in your mind. ആഫ്റ്റർ 3 യുടെ അടുത്ത നമ്പർ ഏതാണ്? 4. ഇവിടെ ഏത് കിട്ടും? ആൻസർ ഈസ് 4 അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ ടീച്ചർ അത് കുറെ പറഞ്ഞു തന്നാൽ ഒറ്റ സ്റ്റെപ്പിന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കുറെ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവുള്ളൂ. ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിന്റെ കൂടെ ഏത് നമ്പറാണ്? 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 in your mind എന്നിട്ട് ടേക്ക് 1 ഫിംഗർ. 2 കഴിഞ്ഞിട്ട് ഒരു ഫിംഗർ എടുത്തിട്ട് നെക്സ്റ്റ് നമ്പർ ഏതാണ്? 3. ആൻസർ ഈസ് 3. ഇവിടെ അതുപോലെ 2 + 2. ഇത് രണ്ട് സെയിം നമ്പറാണ്. ആ ഒരു 2 മൈൻഡിലേക്ക് ടേക്ക് 2 ഫിംഗേഴ്സ്. 2 കഴിഞ്ഞിട്ട് 3 4. ആൻസർ ഈസ് 4. അടുത്ത 3യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 3 in your mind and take 1 finger. 1 ഫിംഗർ എടുക്കുക. 3 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാണ്? 4. ആൻസർ ഈസ് 4. ഇതിന് കുറേ കണക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ കുറേശ്ശെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് വർക്കുണ്ട്. അത് സെക്കൻഡ് ടേമിലാണ് അഡീഷൻ തുടങ്ങേണ്ടത്. ഫസ്റ്റ് ടേമിലുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഒന്ന് ഇതൊന്ന് എഴുതിയതിന് ശേഷം ടെക്സ്റ്റിലൊന്ന് നോക്കാം. ഫസ്റ്റ് ടേം ടെക്സ്റ്റിലാണ് അഡീഷൻ്റെ കുറച്ച് തുടക്കത്തിൽ കുറച്ച് പഠിപ്പിക്കാനുള്ളത്. ടീച്ചർ പറഞ്ഞു സെക്കൻഡ് ടേമിലാണ് നമ്മൾ അഡീഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ടേം ടെക്സ്റ്റിൽ പേജ് നമ്പർ 103 കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. അതെന്താണ് അത് അഡീഷൻ്റെ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. എന്താണ് അഡീഷൻ എന്നുള്ളത് അത് ടെക്സ്റ്റിൽ നോക്കിയിട്ടൊന്ന് വായിക്കുക. വെൻ വി പുട്ട് തിങ്സ് ടുഗദർ ഇറ്റ് ഈസ് നോൺ എസ് അഡീഷൻ. എല്ലാം ഒരുമിച്ച് കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് ചേർക്കും. അതാണ് നമ്മൾ എന്താണ് അഡീഷൻ എന്നുള്ളത്. ദി സൈൻ ഫോർ അഡീഷൻ ഈസ് പ്ലസ്. ടീച്ചർ പറഞ്ഞു തന്നില്ലേ പ്ലസ് എന്നുള്ള ഇതാണ് ഇതിൻ്റെ അഡീഷൻ്റെ സൈൻ. ലെറ്റസ് റീഡ് ദീസ് സ്റ്റോറീസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് അഡീഷൻ. എന്താണ് അഡീഷൻ എന്നുള്ളത് നമുക്കിതിലെ പിക്ചർ കണ്ടിട്ട് നോക്കാം. ഇവിടെ നോക്കിയേ, ദർ ആർ 2 ബേർഡ്സ് ഓൺ എ ട്രീ. ഒരു ട്രീയിൽ 2 ബേർഡ്സ് ഉണ്ട്. അപ്പോഴവിടെ നോക്കൂ, 1 more joins them. ആ 2 ബേർഡ്സ് ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഒരു ബേർഡ് വന്നു ഇല്ലേ? അപ്പോൾ ഇപ്പോഴെത്രയും നോക്കൂ, നൗ ദർ ആർ 3 ബേർഡ്സ്. ഇപ്പോൾ ഇവിടെ എത്ര ബേർഡ്സ് ഉണ്ട്? 3 ബേർഡ്സ്. അതുപോലെ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 2 + 1 = 3. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയും? 2 + 1 = 3. കണ്ടോ, ഇവിടെ 2 ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിലൊന്ന് 2 ബേർഡ്സ് ഇന്നപ്പോൾ വേറൊരു ബേർഡും കൂടെ അവിടെ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ എത്രയായി? 3. അപ്പോൾ നമുക്ക് പിക്ചർ കാണുമ്പോൾ നമ്മൾ ഈ പിക്ചർ
ആഡ് ചെയ്യും അല്ലേ. പിക്ചർ മൊത്തത്തിൽ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് പറയും. ഇപ്പം നോക്ക്, ഇവിടെ ഈ ട്രീയിൽ നോക്കൂ 2 ബേർഡ്സ്. അപ്പോൾ ഒന്നിങ്ങനെ അടുത്ത് ആ പിക്ചർ തന്നെയാണ് കാണിക്കണം. ഒരു ബേർഡ് ഇങ്ങനെ പറന്ന് വന്നിരുന്നു, അത് ആ പിക്ചർ കാണിക്കണു. അപ്പം ടോട്ടൽ 1 2 3 ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടല്ലോ അതുപോലെ. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് 4 cats sit on a mat. ഇവിടെ നോക്കൂ 1 2 3 4 cats ഒരു മാറ്റിലിരിക്കുകയാണ്. അപ്പോൾ 1 more, ഒരെണ്ണം ക്യാറ്റ് ജോയിൻസ് ദം, അവിടെ ഒരാളും കൂടെ കൂടുതൽ വന്ന് ഇവിടെ വന്ന് ചേർന്നില്ലേ. 4 cats ഇരുന്നിടത്ത് ഒരു ക്യാറ്റും കൂടെ വന്നപ്പോൾ നോക്കിയേ 5. ഇപ്പോൾ എത്രയുണ്ട്? 5. ആ 4ൻ്റെ കൂടെ ഒരാളും കൂടെ ചേർന്ന് 5 cats now sit on the mat. ഇപ്പോൾ മാറ്റിൽ എത്ര ക്യാറ്റ്സ് ഉണ്ട്? 5 ഇല്ലേ. അത് നമുക്കതെങ്ങനെ എഴുതാൻ നോക്കൂ. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 4 + 1 = 5. നമുക്ക് 4 + 1 = 5. ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യും. ഈ പിക്ചർ, ഈ പേജ് എടുത്തിട്ടൊന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കുറച്ചുകൂടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഒരു സ്റ്റെപ്പിനിങ്ങനെ പറഞ്ഞാൽ ആ പിക്ചർ കാണുമ്പോഴത്തേക്കും മനസ്സിലാകും. ഇതെല്ലാവരും നോക്കി പഠിക്കട്ടെ. ഫസ്റ്റ് ടേം ടെക്സ്റ്റ് എടുത്തിട്ട് 103 പേജ്. ഓക്കെ.